നമസ്കാരം. ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിൽ ട്രംപിന്റെ ഓരോ ചുവടും തികച്ചും നിർണായകമാണ്. എടുക്കുന്ന ഓരോ തീരുമാനവും ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ തന്നെ ഇപ്പോൾ സിറ്റുവേഷൻ റൂമിൽ മറ്റൊരു അടിയന്തര യോഗം കൂടി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചേർന്നു. എന്നാൽ ഇറാൻ വിഷയത്തിൽ അന്തിമ തീരുമാനം വെളിപ്പെടുത്തിയില്ല. ഇറാന്റെ ന്യൂക്ലിയർ കേന്ദ്രങ്ങളിലേക്ക് ബങ്കർ ബ്ലാസ്റ്റുകൾ ഇടുമെന്നാണ് റിപ്പോർട്ട്. അതിനിടെ ടെഹ്റാനിൽ ഇസ്രായേലിന്റെ ബോംബ് വർഷം തുടരുകയാണ്. ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ വിക്ഷേപണ ശേഷി തകർത്തതായ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അതുകൊണ്ട് ഇസ്രായേൽ ബോംബ് വർഷത്തിൽ കനത്ത നാശമാണ് ഇറാനിൽ ഉണ്ടാകുന്നത്. അതേസമയം ബുധനാഴ്ചയും ഇറാന്റെ വിവിധ ഭാഗങ്ങളിൽ ഇസ്രായേൽ പോർ വിമാനങ്ങൾ ബോംബിട്ടു. ടെഹ്റാനിൽ നിന്ന് കൂടുതൽ പേർ ഒഴിഞ്ഞുപോയി. 50 യുദ്ധവിമാനങ്ങൾ ടെഹ്റാനിലെ 20 ലക്ഷ്യകേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയെന്ന് ഇസ്രായേൽ സൈന്യം പറഞ്ഞു. ശബ്ദാതിവേഗ മിസൈലായ ഫതഹ് 1 ടെൽ അവീവിലേക്ക് അയച്ചെന്ന് ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർ അറിയിച്ചു. ഇറാനെ ആക്രമിക്കാനുള്ള പദ്ധതിക്ക് അംഗീകാരം നൽകിയിരുന്നുവെന്നും എന്നാൽ ഇറാന് അവരുടെ ആണവ പദ്ധതി അവസാനിപ്പിക്കാൻ ഒരു അവസരം കൂടി നൽകുകയായിരുന്നുവെന്നും ട്രംപ് പ്രതികരിച്ചിട്ടുണ്ട്. ഇസ്രായേൽ ആക്രമണത്തെ തുടർന്ന് ഇറാൻ സർക്കാർ നിലംപതിക്കുകയോ എന്ന ചോദ്യത്തിന് തീർച്ചയായും എന്ത് സംഭവിക്കാമെന്നായിരുന്നു ട്രംപിന്റെ പ്രതികരണം. ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനം തകർത്തതോടെ ടെഹ്റാന്റെ ആകാശം പൂർണ്ണമായും തങ്ങളുടെ നിയന്ത്രണത്തിലാണെന്ന് ഇസ്രായേൽ അവകാശപ്പെട്ടിരുന്നു. ജനങ്ങളോട് ഒഴിയാൻ ആദ്യം ഇസ്രായേൽ സൈന്യം, പിന്നാലെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ആവശ്യപ്പെട്ടതോടെ ഏത് നിമിഷവും ആക്രമണം ഉണ്ടാകുമെന്ന് കരുതപ്പെട്ടിരുന്നു. ഇറാൻ നിരുപാധികം കീഴടങ്ങണമെന്നും അല്ലെങ്കിൽ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയെ വധിക്കുമെന്നും കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമത്തിലൂടെ ഭീഷണിപ്പെടുത്തിയ US പ്രസിഡന്റ് ഉറച്ച തീരുമാനങ്ങളുമായി മുന്നോട്ട് പോകുമെന്നാണ് റിപ്പോർട്ട്. അതിനിടെ യുഎസിന്റെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള സൈനിക ഇടപെടൽ ഉണ്ടായാൽ അതുണ്ടാക്കുന്ന പരിഹരിക്കാനാകാത്ത നഷ്ടത്തെക്കുറിച്ച് അമേരിക്കക്കാർക്ക് ബോധമുണ്ടാകണമെന്ന് ഖമേനി ഓർമ്മിപ്പിച്ചു. ഖമേനി എവിടെയാണ് ഒളിച്ചിരിക്കുന്നതെന്ന് അറിയാമെന്നും അദ്ദേഹത്തെ എളുപ്പം കൊല്ലാൻ കഴിയുമെങ്കിലും ഇപ്പോഴത് ചെയ്യുന്നില്ലെന്നുമാണ് ട്രംപ് ബുധനാഴ്ച ട്രോത്ത് സോഷ്യലിലൂടെ പറഞ്ഞത്. ഇസ്രായേലുമായി സംഘർഷം തുടങ്ങിയ ശേഷം ഖമേനിയെ ഇറാൻ ബങ്കറിലേക്ക് മാറ്റിയിരുന്നു. ഖമേനിയുടെ പ്രതികരണത്തിന് പിന്നാലെ ഇറാൻ ചർച്ചയ്ക്കായി സമീപിച്ചെന്ന അവകാശവാദവുമായി ട്രംപും എത്തി. അതിനിടെ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ തകർക്കാനുള്ള ഇസ്രായേലിന്റെ സൈനിക നടപടിയിൽ കക്ഷി ചേരാൻ ട്രംപ് ആലോചിക്കുകയാണെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നു. ട്രംപ് വിളിച്ചു ചേർത്ത സുരക്ഷാ സമിതി യോഗത്തിൽ പങ്കെടുത്തവരെ ഉദ്ധരിച്ചാണ് റിപ്പോർട്ട്. ഇതേക്കുറിച്ചുള്ള ചോദ്യത്തിന് ചിലപ്പോൾ ചെയ്തേക്കാം, ചിലപ്പോൾ ചെയ്തില്ലായിരിക്കാം എന്നാണ് ട്രംപ് നൽകിയ മറുപടി. ഇസ്രായേൽ ഇറാൻ സംഘർഷം രൂക്ഷമായി തുടരവേ ഇറാനെ ആക്രമിക്കാൻ ഒരുങ്ങുകയാണ് അമേരിക്ക എന്നാണ് വിലയിരുത്തൽ. മേഖലയിലേക്ക് കൂടുതൽ യുദ്ധവിമാനങ്ങളും യുദ്ധക്കപ്പലുകളും അമേരിക്ക അയച്ചിട്ടുമുണ്ട്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.